ചാനൽ ട്രിനിറ്റി വോയിസ്. ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരെ, ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരെ, വല്ലഭന്റെ കണ്ണുകളുണ്ടിക്കല്ലുപാതയിൽ, വല്ലഭന്റെ കണ്ണുകളുണ്ടിക്കല്ലുപാതയിൽ, അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താലെല്ലാ കണ്ണുമങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ജനസിസ് ചാപ്റ്റർ 7 വേർഡ്സ് 12, 13 and 14. ഉൽപ്പത്തി 7 12, 13, 14. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. And the rain was upon the earth 40 days and 40 nights. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. In the self-same day ended Noah and Shem and Ham and Japheth, the sons of his sons of Noah and Noah's wife, and the 3 wives of his sons with them into the ark. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തെഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. They and every beast after his kind, and all the cattle after their kind, and every creeping thing that creepeth upon the earth after his kind, and every fowl after his kind, every bird of every sort. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. God watches how we use money to test how trustworthy and we are. The Bible says, if you are untrustworthy about worldly wealth, who will trust you with the true riches of heaven? This is a very important truth. God says there is a direct relationship between how I use my money and the quality of my spiritual life. How I manage my money or worldly wealth determines how much God can trust me with spiritual blessings or true riches. Let me ask you, is the way you manage your money preventing God from doing more in your life? Can you be trusted with spiritual riches? Jesus said, from everyone who has been given much, much will be demanded, and from the one who has been entrusted with much, much more will be asked. Life is a test and a trust, and the more God gives you, the more responsible He expects you to be. Third sessionലേക്ക് പോകാം. Proverbs chapter 6 verse 32, 33 and 34. സദൃശ്യവാക്യം 6, 32, 33, 34. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. But whoso committeth adultery with a woman lacketh understanding. He that doeth it destroyeth his own soul. പ്രഹരവും അപമാനവും അവന് ലഭിക്കും,
അവൻ്റെ നിന്ന മാഞ്ഞു പോകുകയുമില്ല. എ wound and dishonor shall he get, and his reproach shall not be wiped away. ജാരസംഘ പുരുഷന് ക്രോധഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. For jealousy is the rage of a man, therefore he will not spare in the day of vengeance. നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഗിദെയോനും അവൻ്റെ ഭൃത്യൻ പൂരയും ശത്രുപാളയത്തിനടുത്തേക്ക് ചെന്നു. മിദ്യാന്യരും അവരുടെ കൂടെ ചേർന്ന് മറ്റ് ജാതിക്കാരും ആ താഴ്വര മുഴുവനും നിറഞ്ഞിരുന്നു. അവർക്ക് ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ സ്നേഹിതൻ തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ബാർലിയപ്പം നമ്മുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്ന് ഒരു കൂടാരത്തിൽ തട്ടി. ആ കൂടാരം തകർന്ന് നിലത്ത് വീണു. ഇത് കേട്ടപ്പോൾ അയാളുടെ സ്നേഹിതൻ പറഞ്ഞു, ആ അപ്പം ഗിദെയോനാണ്. നമ്മെ തോൽപ്പിക്കാൻ ദൈവം അയാളെ സഹായിക്കും എന്നാണ് നീ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം. ഈ സംസാരം കേട്ട ഗിദെയോൻ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ച്, എന്നിട്ട് ഇസ്രായേൽ പാളയത്തിൽ ചെന്ന്, എഴുന്നേൽക്കൂ, ദൈവം മിദ്യാന്യരുടെ മേൽ നിങ്ങൾക്ക് വിജയം തരാൻ പോകുന്നുവെന്ന് പറഞ്ഞ് എല്ലാവരെയും നിർത്തി. അയാളുടെ കൂടെയുള്ള 300 പേരെ 3 സംഘമായി തിരിച്ചു. ഓരോരുത്തരും ഓരോ കാഹളവും കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പന്തം ഉള്ളിൽ വെച്ച് ഓരോ കുടവും കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, പാളയത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കിക്കൊള്ളണം. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ സംഘവും ഞങ്ങളുടെ കാഹളം ഊതും. അപ്പോൾ നിങ്ങളും പാളയത്തിന് ചുറ്റും നിന്നുകൊണ്ട് നിങ്ങളുടെ കാഹളങ്ങളും ഊതിക്കൊണ്ട് യഹോവയ്ക്കും ഗിദെയോനും ജയം എന്ന് ഉച്ചത്തിൽ പറയണം. അർദ്ധരാത്രിയോടടുത്ത് മിദ്യാന്യരുടെ കാവൽ സൈന്യം മാറി വന്നു. അപ്പോൾ ഗിദെയോനും അവൻ്റെ 100 പേരും ശത്രുപാളയത്തിൻ്റെ അടുത്ത് വന്നു. അവർ കാഹളം ഊതിയിട്ട് കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. മറ്റ് 2 സംഘങ്ങളും അതുപോലെ തന്നെ ചെയ്തു. അവരെല്ലാം പന്തങ്ങൾ ഇടത്ത് കൈയിലും കാഹളം വലത്ത് കൈയിലും പിടിച്ചിരുന്നു. അവർ ഉച്ചത്തിൽ യഹോവയ്ക്കും ഗിദെയോനും ജയം എന്ന് വിളിച്ചു പറഞ്ഞു. ഓരോരുത്തരും പാളയത്തിന് ചുറ്റുമായി അവരവരുടെ സ്ഥാനങ്ങളിൽ നിരന്നു. അപ്പോൾ ശത്രുസൈന്യം പരിഭ്രാന്തരായി അലമുറയിട്ടു. ഗിദെയോന്റെ ആളുകൾ കാഹളം ഊതിക്കൊണ്ടിരുന്നപ്പോൾ ശത്രുസൈന്യം അവരുടെ വാളുകൾ കൊണ്ട് അന്യോന്യം ആക്രമിക്കാൻ തുടങ്ങി. പുതിയ പ്രവാചകനായ ശമൂവേൽ, യോശുവ, ഗിദെയോൻ തുടങ്ങിയവരൊക്കെ നല്ല പടയാളികളായിരുന്നു. നല്ല യുദ്ധവീരന്മാർ, വളരെ പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ തന്നെ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗവും ആൾക്കാരും പ്രാധാന്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ശമൂവേൽ. ഇസ്രായേലിൽ ആദ്യത്തെ രാജാവ് ഉണ്ടാകുന്നതുവരെ ശമൂവേൽ ആ ജനതയെ നയിച്ചു. 4 സെക്ഷനും ഇവിടെ തീർന്നിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.